എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ. ലൂക്കോസ് 7-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ. യേശു അത് കേട്ടിട്ട് അവങ്കൽ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി, അനുഗമിക്കുന്ന കൂട്ടത്തോട്, ഇസ്രായേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസനെ സൗഖ്യത്തോടെ കണ്ടു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ശതാധിപൻ്റെ വിശ്വാസം എത്രമാത്രം ഉന്നതമായിരുന്നു എന്ന് പഠിക്കുന്നത് നമുക്കൊരു മാർഗദർശനമായി തീരാൻ സാധ്യതയുണ്ട്. തിരുവചനത്തോടുള്ള ബന്ധത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ധാരാളം ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ വിശ്വാസ ജീവിതവുമായി ചേർത്ത് നിർത്താവുന്നതാണ്. ശതാധിപൻ്റെ ദാസന് കർത്താവ് സൗഖ്യം കൊടുത്ത ചരിത്രമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ അതിൻ്റെ പ്രാരംഭ ഭാഗമാണ്. നിർമ്മലമായ വിശ്വാസത്തിന് ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം. കർത്താവ് ആ വിശ്വാസത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇസ്രായേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. മറഞ്ഞിരിക്കുന്ന വിശ്വാസമല്ല, പ്രകടമായ വിശ്വാസം. കർത്താവ് പോലും ആശ്ചര്യപ്പെട്ടു പോയ വിശ്വാസം. ദൈവത്തെ ആശ്ചര്യപ്പെടുത്തുവാൻ നമുക്ക് ആർക്കും കഴിയില്ല. എങ്കിലും ദൈവത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കത്തക്കവണ്ണം ആ മനുഷ്യൻ്റെ വിശ്വാസം അത്ര ചൈതന്യമുള്ളതായിരുന്നു. 6-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ ഇതിന് പശ്ചാത്തലമായി കർത്താവ് പറയുന്ന ഒരു ഉപമയുണ്ട്. പാറമേലും മണലിന്മേലും അടിസ്ഥാനമിട്ട് പണിയപ്പെട്ട 2 വീടുകൾ. 2ൻ്റെ മേലും വൻമഴ ചൊരിഞ്ഞു, വെള്ളം പൊങ്ങി, കാറ്റടിച്ചു. എന്നാൽ പാറമേൽ പണിത വീട് നിലനിൽക്കുകയും മണലിന്മേൽ പണിത വീട് തകർന്ന് പോവുകയും ചെയ്തു. കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത് യഥാർത്ഥമായ ദൈവഭക്തി പരിശോധിക്കപ്പെടുന്ന ദൈവഭക്തി ആയിരിക്കണം എന്ന വസ്തുതയാണ്. അതായത് വിശ്വാസമായാലും ദൈവഭക്തിയായാലും അത് പരിശോധിക്കപ്പെടുന്നില്ലെങ്കിൽ പ്രയോജനകരമല്ല. ഒരു ദൈവദാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്: പരിശോധിക്കപ്പെടാത്ത വിശ്വാസം ആശ്രയിക്കാൻ കൊള്ളാവുന്ന വിശ്വാസമല്ല. ഏത് പശ്ചാത്തലത്തിലാണ് കർത്താവ് ഈ ദൈവഭക്തിയെക്കുറിച്ച് പറയുന്നത് എന്ന് നോക്കുമ്പോൾ 6-ാം അധ്യായം ആരംഭിക്കുന്നത് ശബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നുപോയ ശിഷ്യന്മാർ വിശപ്പ് മൂലം ഗോതമ്പ് കതിർ നുള്ളി ഭക്ഷിച്ച കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഗോതമ്പ് മണികൾ പൊടിച്ച് വായിലിട്ടപ്പോൾ ശബത്തിൽ കൽപ്പന ലംഘിച്ചു എന്ന് പരീശന്മാർ പറയുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം മതഭക്തി ഒരു ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. പാരമ്പര്യം എന്നത് അവർക്ക് വലിയ അഭിമാന വിഷയമായിരുന്നു. ഏത് സമയത്ത് അവരോട് ചോദിച്ചാലും അബ്രഹാം ഞങ്ങളുടെ പിതാവാണ് എന്നവർ പറയും. പാരമ്പര്യത്തിൽ തെറ്റൊന്നുമില്ല. പാരമ്പര്യം നല്ലതായിരിക്കുന്നത് അനുഗ്രഹമാണ്. തലമുറ തലമുറയായി അനുഗ്രഹം കൈമാറുന്നത് നല്ലതാണ്. എന്നാൽ പാരമ്പര്യത്തിൽ മാത്രം ദൈവഭക്തി ഒതുങ്ങി നിൽക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യം കൂടെയാണ്. ഇത് പഠിപ്പിക്കാൻ കർത്താവ് ശ്രമിക്കുന്നു. പാരമ്പര്യത്തെക്കാൾ ആഴത്തിലേക്ക് പോകുന്നതാണ് ദൈവഭക്തി. അതുപോലെ പരീശന്മാരുടെ പ്രാർത്ഥനയെക്കുറിച്ചും കർത്താവ് പറയുന്നുണ്ട്. അവർ പ്രാർത്ഥന ഉരുവിടുന്നവരായിരുന്നു. പ്രത്യേകിച്ചും പരസ്യമായി പ്രാർത്ഥിക്കാൻ അവർക്ക്
താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ കേവലം പ്രാർത്ഥന ഉരുവിടുന്നതിനേക്കാളും ആചാരങ്ങളെക്കാളും അനുഷ്ഠാനങ്ങളെക്കാളും ആഴമുള്ളതാണ് ദൈവഭക്തി. ഇത് അവരെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പാറമേൽ പണിത വീടിൻ്റെ ഉപമ കർത്താവ് പറഞ്ഞത്. അതിനുശേഷം ശതാധിപൻ്റെ വിശ്വാസത്തെ പുകഴ്ത്തിക്കൊണ്ട് ഇസ്രായേലിൽ പോലും ഭക്തന്മാരെന്ന് നടിക്കുന്നവരുടെ നടുവിൽ പോലും ഈ വിജാതീയനിൽ കണ്ട വിശ്വാസം കണ്ടിട്ടില്ല എന്ന് കർത്താവ് പറയുകയാണ്. ശതാധിപൻ്റെ സവിശേഷമായ വിശ്വാസത്തിന് നിദാനമായ ചില വസ്തുതകൾ ഉണ്ടായിരുന്നു. അതിലൊരു കാര്യം, അവൻ ആവശ്യബോധത്താൽ നിറഞ്ഞവനായിരുന്നു. പലപ്പോഴും ആവശ്യങ്ങളാണ് മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുന്നത്. ബഹുഭൂരിപക്ഷം ആൾക്കാരും സങ്കടങ്ങളിൽ ദൈവത്തെ കണ്ടവരാണ്, അല്ലാത്തവരില്ല എന്നതല്ല. എങ്കിലും ജീവിതത്തിൻ്റെ വേദനകളാണ് പലപ്പോഴും മനുഷ്യ ജീവിതത്തെ ദൈവത്തെങ്കിലേക്ക് നയിക്കുന്നത്. അക്കാലത്തെ ശതാധിപൻ എന്ന് പറയുന്നത് വളരെ സ്വാധീനമുള്ള ഒരു മനുഷ്യനാണ്. രാജകീയ കുടുംബങ്ങളിൽ പിറന്നവർക്ക് മാത്രമേ സാധാരണഗതിയിൽ റോമൻ പട്ടാളത്തിൽ ഉന്നതമായ പദവി ലഭിച്ചിരുന്നുള്ളൂ. എന്തെങ്കിലും ഒരു പ്രഭുത്വം അവരിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നല്ല കുലീനമായ കുടുംബത്തിൽ ജനിച്ചവരായിരിക്കണം ശതാധിപൻ. ഒരു ശതാധിപൻ വളരെ അധികാരമുള്ളവനായിരുന്നു. അദ്ദേഹം തന്നെ അത് പറയുന്നുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു. അദ്ദേഹം ധനവാനുമായിരുന്നു. സ്വന്തം നിലയിൽ യഹൂദന്മാർക്കൊരു പള്ളി തീർപ്പിച്ചു കൊടുക്കത്തക്ക വിധത്തിൽ ധനശേഷിയുള്ളവൻ. അത് പറയുന്നുണ്ട് ഇവിടെ. എന്നാൽ പണവും ശക്തിയും പ്രതാപവും അധികാരവും ഉള്ളവനായിരുന്നു ശതാധിപനെങ്കിലും തൻ്റെ ദാസന് രോഗം പിടിച്ചു മരിപ്പാറായപ്പോൾ അവൻ യേശുവിൻ്റെ സഹായം തേടി. റോമൻ ശതാധിപൻ എന്ന നിലയിൽ അനേകരെ ബന്ധിച്ചിട്ടുണ്ടാവാം, അനേകരുടെ ബന്ധനം അഴിച്ചിട്ടുണ്ടാകാം. എന്നാൽ ധനം കൊണ്ടോ സ്വാധീനം കൊണ്ടോ ശക്തി കൊണ്ടോ തൻ്റെ ദാസന്മേൽ വ്യാപരിച്ച രോഗബന്ധനത്തെ അഴിക്കാൻ കഴിഞ്ഞില്ല. അനേകരും ജീവിതത്തിൻ്റെ ചില സന്ദർഭങ്ങളിൽ നേരിടുന്ന അനുഭവമാണിത്. ഈ ലോക സൗഭാഗ്യങ്ങളുടെ നടുവിലും നിസ്സഹായരായി പോകുന്ന അനുഭവം. മനുഷ്യ ജീവിതത്തിൽ വൻമഴ ചൊരിയുകയും വെള്ളം പൊങ്ങുകയും കൊടുങ്കാറ്റടിക്കുകയും ചെയ്യുന്ന ഒരു കാലമുണ്ട്. ഇത് വരുമ്പോൾ നമ്മുടെ സ്വാധീനമോ ശക്തിയോ പ്രതാപമോ കൊണ്ട് അതിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. പെട്ടെന്ന് നാം ആവശ്യക്കാരായി മാറും. ആ ആവശ്യബോധമാണ് ദൈവത്തെങ്കിലേക്ക് നമ്മളെ നയിക്കുന്നത്. ദൈവത്തിന് നമ്മുടെ ബലഹീന വശങ്ങൾ നന്നായിട്ടറിയാം. എവിടെ തൊട്ടാൽ നിലവിളിക്കും എന്ന് തമ്പുരാൻ അറിയാം. ശതാധിപൻ തൻ്റെ ആവശ്യത്തിൽ കർത്താവിൻ്റെ അടുക്കലേക്ക് ആളുകളെ അയക്കാൻ കാരണമുണ്ട്. അവൻ യേശുവിൻ്റെ വസ്തുത കേട്ടു എന്ന് 7-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കുന്നു. അവൻ യേശുവിനെക്കുറിച്ച് കേട്ടു. ഇസ്രായേലിൽ പോലും കാണാൻ കഴിയാത്ത വിശ്വാസമാണ് ഈ മനുഷ്യനിൽ വെളിപ്പെട്ടത്. എന്നാൽ ഈ വിശ്വാസം അവനിൽ അങ്കുരിച്ചത് യേശുവിനെക്കുറിച്ച് കേട്ടതുകൊണ്ടാണ്. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ബന്ധനമില്ലാത്ത ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്നതിൻ്റെ കാരണം ഇതാണ്. ആവശ്യം കൊണ്ട് ഞെരുങ്ങുന്ന അനേക ഹൃദയങ്ങളിൽ ആശ്വാസം പകരുന്നത് ഈ ദൈവവചനമാണ്. പ്രത്യാശയില്ലാത്തടത്ത് പ്രത്യാശ കൊടുക്കുന്നതും യേശുവിനെക്കുറിച്ചുള്ള ദിവ്യ സന്ദേശമാണ്. ഇരുമ്പ് മറകൾ തകർത്ത് അകത്ത് കയറുന്ന ഈ ദൈവവചനത്തിന് ബന്ധനമില്ല, അത് പരക്കും. യേശുവിനെക്കുറിച്ചുള്ള വസ്തുത പലരിൽ കൂടെയാണ് ശതാധിപൻ കേട്ടത്. അപ്പോൾ അദ്ദേഹത്തിൽ വിശ്വാസം അങ്കുരിച്ചു. ഒരുക്കപ്പെട്ട ഹൃദയത്തിലേക്ക് ദൈവവചനം വന്നു കഴിഞ്ഞപ്പോൾ അത് ഫലം കായ്ച്ചു. വിശ്വാസം ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം
ഈ മനുഷ്യനിൽ ചൈതന്യമുള്ള വിശ്വാസം ഉരുവായി. അത് കർത്താവ് പോലും ആശ്ചര്യപ്പെടത്തക്കവണ്ണമുള്ള പ്രകടമായ വിശ്വാസമായിരുന്നു. അത്തരം വിശ്വാസം ഉടലെടുത്ത ആ ഹൃദയം എങ്ങനെയുള്ളതായിരുന്നു എന്നതാണ് ചിന്തനീയം. പുതിയ പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതാണ്? ദൈവത്തെ പോലും ആശ്ചര്യപ്പെടുന്ന തരത്തിൽ ജീവിതാനുഭവങ്ങളുടെ മധ്യത്തിൽ, ആവശ്യങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ വിശ്വാസം മാറ്റുരയ്ക്കപ്പെടുമ്പോൾ അതിന് ദൈവം ഇടുന്ന വില എന്തായിരിക്കും എന്നത് നമുക്ക് നമ്മെ തന്നെ പരിശോധിച്ച് അറിയാം. തുടർന്നുള്ള ഭാഗം അടുത്ത ചിന്തകളുമായി നമുക്ക് പങ്കുവയ്ക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഒരു പ്രഭാതം കൂടെ ദാനമായി ഞങ്ങൾക്ക് നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായ വിശ്രമത്തിനായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. പുതിയ ഒരു ദിനത്തിൽ അവിടുത്തെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിച്ചുവല്ലോ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ഞങ്ങളുടെ ആവശ്യങ്ങളിലും ഞങ്ങളുടെ ആഗ്രഹങ്ങളിലുമൊക്കെ അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ പെരുമാറ്റങ്ങളിലും നിലപാടുകളിലും ദൈവ വിശ്വാസത്തെ പ്രകടമാക്കുന്നവരായിരിക്കാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാരമ്പര്യാധിഷ്ഠിതമായ ഉറഞ്ഞുപോയ ചലിക്കാത്ത വിശ്വാസത്തിൻ്റെ ഉടമകളായിട്ടല്ല, ചലനാത്മകതയുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അവിടുന്ന് പ്രസാദിക്കണമേ. ഞങ്ങളുടെ യാത്രകളിൽ അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ. ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഊർജ്ജം ഞങ്ങൾക്ക് പകരണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും പുതുവർഷം അവിടുന്ന് ദാനമായി നൽകണമേ. യേശു മശീഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും കൃപയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.